നമ്മൾ ഈ RSSനെയും സംഘപരിവാറിനൊക്കെ എതിർക്കുന്നത് എന്തിന്റെ പേരിലാണ്? ഭരണഘടനാ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നതിന്റെ പേരിലാണ്. RSS ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് തന്നെ അതിനെതിരാണ്. അവർ പറയുന്നത് ഇന്ത്യൻ ഭരണഘടന പുതുതായിട്ട് നിങ്ങളൊന്നും കണ്ടെത്തേണ്ട കാര്യമില്ല, മനുസ്മൃതി ഉണ്ടല്ലോ നമ്മളെ കയ്യിൽ, നല്ല സാധനം, മുന്തിയ സാധനം, അത് ഭരണഘടനയാക്കിയാൽ മതി എന്നുള്ള. മുൻപ് ഞാൻ മനുസ്മൃതിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ജാതി വ്യവസ്ഥതയിൽ അധിഷ്ഠിതമായ തത്വശാസ്ത്രം നിലനിർത്തണമെന്ന് ഷഡ്യം പിടിക്കുന്ന ഒരു സാധനമാണ് മനുസ്മൃതി. അത് ഭരണഘടനയായി വരണം എന്ന് പറഞ്ഞവരാണ് സംഘപരിവാർ. മാത്രമല്ല, ഭരണഘടനയിലെ സെക്യുലറിസം, ഫെഡറലിസം പോലുള്ള കാര്യങ്ങളെയൊക്കെ നഖശികാന്തം എതിർക്കുന്നവരാണ് സംഘപരിവാറുകാർ, പ്രത്യേകിച്ച് RSS. അതുകൊണ്ടാണ് അവർ ഭരണഘടനാ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവരാണ് എന്ന് പറയുന്നത്. എന്നാൽ മുസ്ലിം ലീഗ് എന്താണ് നിലപാട് സ്വീകരിക്കുന്നത്? മുസ്ലിം ലീഗ് ഭരണഘടനാ വിരുദ്ധ പ്രസ്ഥാനമാണെന്ന് പച്ചക്ക് അവരുടെ നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. കാരണം എന്താ? ഞാനത് പറയാൻ കാരണം എന്താ? ഭരണഘടനയിൽ വളരെ കൃത്യമായി സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നുണ്ടോ? KM ഷാജി തീപ്പൊരി പ്രാസംഗികനാണല്ലോ, മൂപ്പര് പറഞ്ഞു വെക്കൂ. കൊക്കിലെ ശ്വാസമുള്ളിടത്തോളം ഞങ്ങൾ സ്ത്രീ പുരുഷ സമത്വത്തിനെതിരാണ്. സ്ത്രീയും പുരുഷനും ഒരുപോലെ, തർക്കമില്ല. അതെങ്ങനെ ഒരുപോലെ ആവല്? ഞാൻ ചോദിക്കട്ടെ സഖവേ, പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ ആയതുകൊണ്ട് വൃന്ദ കാരാട്ടിന് ഒരു പോളിറ്റ് ബ്യൂറോ കൊടുക്കും. രണ്ടാക്കും കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പോകുമ്പോൾ ബോറടിക്കേണ്ടത് രണ്ടാളും കൂടി പോടും. നോക്കൂ, എന്തതിനൊക്കെ പറയാ. അതായത് സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ, CPM കൊണ്ടുവരുന്ന എന്തോ ഒരു പുതിയ ഏർപ്പാടാണ്, അതുകൊണ്ട് അതിനെ എതിർക്കണം എന്നുള്ളതാണ് ഈ മൊയന്ത് KM ഷാജിയുടെ ധാരണ. മൂപ്പര് മുന്നിലിരിക്കുന്നവർ മൂപ്പര് അതേ ഗണത്തിൽപ്പെട്ടവരായതുകൊണ്ട് എന്ത് മൂപ്പര് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങും എന്നുള്ളത് കൊണ്ട് മൂപ്പര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ പറയുന്നത്? സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് നടക്കണ കാര്യമില്ല, ഞങ്ങൾ അതിനെതിരാണ് എന്ന് വെച്ചാൽ മൂപ്പര് പച്ചക്ക് പറയാം ഭരണഘടനക്കെതിരാണ്. ഇത് മൂപ്പരുടെ മാത്രം അഭിപ്രായമല്ല. നേരത്തെ ഈ പറഞ്ഞ ആണും പെണ്ണും കെട്ടവൻ എന്ന് പറഞ്ഞ സമീപനം സ്വീകരിച്ച ഈ സലാം ഉണ്ടല്ലോ, മൂപ്പരും ഇതേ ഡയലോഗ് പറയുന്നുണ്ട്. സ്ത്രീയും പുരുഷനും എല്ലാ നിലക്കും തുല്യമാണെന്ന് പറയാൻ കഴിയും. ലോകം അംഗീകരിച്ചിട്ടുണ്ടോ? ഈ രണ്ടും തുല്യാണ് എന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കലല്ലേ? എന്തിനാ? പ്രാക്ടിക്കൽ അല്ലാത്ത മനുഷ്യന്റെ യുക്തിക്കെതിരായ വാദങ്ങൾ സമൂഹത്തിൽ കയ്യടി കിട്ടാൻ എന്തിനാ കൊണ്ടുവരുന്നത്? അപ്പൊ മൂപ്പര് പറയുന്നത് ഇത് തന്നെയാണ്, സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് നടക്കാത്ത കാര്യമാണ്. KM ഷാജിയും ഇയാളും ഒരേപോലെ പറയുന്ന ഇത് ഭരണഘടനയിൽ ഉണ്ട് എന്നുള്ള ഇന്റെ തള്ളാണോ എന്നുള്ളതായിരിക്കും ഇനി അടുത്ത ലീഗറുടെ ഡൗട്ട്. നമുക്ക് ജമിനിയോട്, ഭരണഘടന മൊത്തം വായിക്കാൻ സമയമില്ല, ജമിനിയോടൊന്ന് ചോദിക്കാം. ജമിനി, ഇന്ത്യൻ ഭരണഘടനയിൽ സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ ഭരണഘടനയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇത് പറയുന്നത്? അതെ, ഇന്ത്യൻ ഭരണഘടനയിൽ സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഭരണഘടനയുടെ പല ഭാഗങ്ങളിലും ഇത് പരാമർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 14, 15, 16 എന്നിവ നിയമത്തിന് മുന്നിലെ തുല്യതയും വിവേചനത്തെ നിരോധിക്കുന്നതിനെയും സംബന്ധിച്ചാണ്.